കേരള രാഷ്ട്രീയത്തിൽ പുതിയൊരു ഭരണാധ്യായത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് 16-ാം നിയമസഭയുടെ 1-ാം സമ്മേളനത്തിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ നേതൃത്വത്തിലുള്ള യു.ഡി.എഫ് സർക്കാരിന്റെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗം തുടങ്ങിയിട്ടുണ്ട്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറാണ് പുതിയ സർക്കാരിന്റെ വികസന കാഴ്ചപ്പാടുകളും ജനപ്രിയ വാഗ്ദാനങ്ങളും അടങ്ങിയ നയപ്രഖ്യാപനം സഭയിൽ അവതരിപ്പിക്കുന്നത്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കാൻ ധവളപത്രം ഇറക്കുമെന്നും +1 സീറ്റുകൾ വർദ്ധിപ്പിക്കുമെന്നും എക്സൈസ് നയത്തിൽ മാറ്റം വരുത്തുമെന്നും സംയോജിത ഗതാഗത സംവിധാനം നടപ്പിലാക്കുമെന്നടക്കം പ്രഖ്യാപനങ്ങളുണ്ടായി. പ്രസംഗത്തിൽ യുവാക്കളിലെ തൊഴിലില്ലായ്മ നിരക്കിലുള്ള ആശങ്കയാണ് ആദ്യം പരാമർശിച്ചത്. പുതുയുഗ കേരളത്തിനുള്ള പരിശ്രമം നടത്തുമെന്നും ഭരണ സംവിധാനത്തിന് സുതാര്യതയും വേഗവും ഉറപ്പാക്കുമെന്നും പ്രസംഗത്തിൽ പറഞ്ഞു. അഴിമതിരഹിത ഭരണം കാഴ്ചവെക്കും. ഉദ്യോഗസ്ഥ തലത്തിൽ ക്രിയാത്മകതയും കാര്യക്ഷമതയും ഉറപ്പാക്കും. മതനിരപേക്ഷതയ്ക്ക് മുൻതൂക്കം നൽകും. സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ധവളപത്രമിറക്കും. സാമ്പത്തിക സ്ഥിതിയിൽ ജനങ്ങൾക്ക് വ്യക്തമായ ചിത്രം നൽകും. സേവന മേഖലയിൽ നിന്ന് പിന്മാറില്ല. കേന്ദ്ര സർക്കാരുമായി പരമാവധി സഹകരിക്കും. ന്യായവും അർഹവുമായ പിന്തുണ കേന്ദ്ര സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്ദിരാ ഗ്യാരണ്ടിയുമായി മുന്നോട്ടു പോകും. ഇതിലെ പ്രധാന ഗ്യാരണ്ടിയായ വയോജന വകുപ്പ് സംസ്ഥാനത്ത് ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ തീരുമാനിച്ചു. റോഡ്, ജല, വ്യോമ ഗതാഗത സംവിധാനങ്ങൾ ബന്ധിപ്പിച്ച് ബൃഹത് പദ്ധതി നടപ്പിലാക്കും. മനുഷ്യമൃഗ സംഘർഷ മേഖലയിൽ പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കും. കാർഷിക മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കും. വനിതാ കർഷകരുടെ കൺസോർഷ്യം ഈ വർഷം തന്നെ യാഥാർത്ഥ്യമാക്കും. മണ്ണ് പരിശോധനയ്ക്ക് ശാസ്ത്രീയമായ സംവിധാനം കൊണ്ടുവരും. സുഗന്ധവ്യഞ്ജന പാർക്കുകളും പൊതു സ്വകാര്യ പങ്കാളിത്ത പദ്ധതിയും നടപ്പിലാക്കുമെന്നും പ്രസംഗത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കേരളത്തിന്റെ സാമ്പത്തിക അടിത്തറയെ പുനരുദ്ധരിക്കാനുള്ള ശക്തമായ കർമ്മ പദ്ധതികളാണ് നയപ്രഖ്യാപനത്തിന്റെ കാതൽ. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തുണ്ടായ സാമ്പത്തിക ബാധ്യതകളും നിലവിലെ യഥാർത്ഥ ധനസ്ഥിതിയും പൊതുജനങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കാൻ പുതിയ സർക്കാർ ഉടൻ തന്നെ ധനകാര്യ ധവളപത്രം പുറത്തിറക്കുമെന്ന് ഗവർണർ പ്രഖ്യാപിച്ചു. സംസ്ഥാനത്തിന്റെ ഖജനാവ് നേരിടുന്ന കടുത്ത പ്രതിസന്ധി മറികടക്കാനും വിഭവ സമാഹരണം ഊർജിതമാക്കാനും യു.ഡി.എഫ് സർക്കാർ അതീവ പ്രാധാന്യം നൽകുന്നുണ്ടെന്ന സന്ദേശമാണ് ഇതിലൂടെ വി.ഡി. സതീശൻ നൽകുന്നത്. യു.ഡി.എഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ കുന്തമുനയായിരുന്ന ഇന്ദിരാ ഗ്യാരണ്ടികൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം തുടങ്ങിയത്. വോട്ട് ചെയ്ത ജനങ്ങളോടുള്ള പ്രതിബദ്ധത ആവർത്തിക്കുന്ന പ്രഖ്യാപനങ്ങളാണ് ഇതിലുണ്ടായിരുന്നത്. ക്ഷേമ പെൻഷനുകളുടെ വർധനവ്, മുതിർന്ന പൗരന്മാർക്കായി പ്രത്യേക വയോജന വകുപ്പ് രൂപീകരിക്കൽ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഉന്നത വിദ്യാഭ്യാസ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് പദ്ധതികൾ എന്നിവയെല്ലാം നയപ്രഖ്യാപനത്തിൽ ഇടം പിടിച്ചു. യു.ഡി.എഫ് പ്രകടന പത്രികയിലെ ഏറ്റവും ആകർഷകമായ വാഗ്ദാനമായിരുന്ന കെ.എസ്.ആർ.ടി.സി ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രയുടെ തീയതിയും നയപ്രഖ്യാപനത്തിൽ സ്വീകരിച്ചു. വരുന്ന ജൂൺ 15 മുതൽ സംസ്ഥാനത്തുടനീളം സ്ത്രീകൾക്ക് കെ.എസ്.ആർ.ടി.സി ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കുമെന്നാണ് ആദ്യ മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരുന്നത്. ഈ ജനപ്രിയ പദ്ധതി സമയബന്ധിതമായി നടപ്പിലാക്കുമെന്ന ഉറപ്പാണ് സർക്കാർ നയപ്രഖ്യാപനത്തിലൂടെ ഔദ്യോഗികമായി ആവർത്തിക്കുന്നത്.